എല്ലാവർക്കും നമസ്കാരം. കസ്റ്റംസിൽ നിന്നും പുതിയൊരു റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഹവിൽദാർ MDS തുടങ്ങിയ തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. വന്നിരിക്കുന്ന പോസ്റ്റുകൾ ടാക്സ് അസിസ്റ്റന്റ്, ഹവിൽദാർ MDS തുടങ്ങിയ തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ്. ടാക്സ് അസിസ്റ്റന്റ് 10 വേക്കൻസി, ഹവിൽദാർ 14 വേക്കൻസി, MDS 2 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഓരോ പോസ്റ്റുകളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. ടാക്സ് അസിസ്റ്റന്റിലേക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. കൂടാതെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. 10 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 18 മുതൽ 27 വയസ്സ് വരെ അൺറിസർവ്ഡിന്, ഇതിൽ 3 OBCയും 5 SC/ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. ഹവിൽദാർ തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ്. കൂടാതെ സ്പോർട്സ് സർട്ടിഫിക്കറ്റും ചോദിക്കുന്നുണ്ട്. 14 വേക്കൻസി ഉണ്ട്. 18 മുതൽ 27 വയസ്സ് വരെ അൺറിസർവ്ഡിന് ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. 157 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ചെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 81 സെന്റിമീറ്റർ ആണ്. എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 1600 മീറ്റർ വാക്കിംഗ് ആണ് 15 മിനിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 1 കിലോമീറ്റർ ആണ് 20 മിനിറ്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത MDS ആണ്. 2 വേക്കൻസി ഉണ്ട്. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. 18 മുതൽ 25 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. ഇതിനും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. വന്നിരിക്കുന്ന സ്പോർട്സ് ഈവൻറ്റ്സ് ഏതൊക്കെ ചോദിച്ചാൽ ആർച്ചറി ഉണ്ട്, ബാഡ്മിന്റൺ, ബാസ്കറ്റ് ബാൾ, ബോഡി ബിൽഡിംഗ്, ബ്രിഡ്ജ്, ചെസ്, സൈക്ലിംഗ്, ഡസ്റ്റ് സ്പോർട്സ്, ഫെൻസിങ്, ഗോൾഫ് തുടങ്ങിയ 64ഓളം സ്പോർട്സ് ഈവൻറ്റ്സുകളാണ് വന്നിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി പറഞ്ഞിരിക്കുന്നത് 31 ജൂലൈ വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക. താങ്ക്